ഹോലി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുവാനായിട്ട് ചിനാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്കതിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹോലി തിരികെ എത്തിയിട്ടുള്ളത് ബൈ നിലവിൽ താമസിക്കുന്ന വീട്ടിലാണ്. ഹോലിയുടെ അടുത്ത് ബെയോട് ചോദിക്കുവാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവനും ഓരോരോ ചോദ്യങ്ങളായിട്ടൊക്കെ ചോദിക്കുന്നു. യാങ്ങും നീയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആദ്യം മുതൽക്ക് ഞാനുള്ളത് ജീനാന്റെ വീട്ടിലാണെന്നൊക്കെ അറിഞ്ഞിട്ട് നീ മനഃപൂർവ്വമായിട്ടല്ലേ എന്നെ കണ്ടുമുട്ടുവാനായിട്ടൊക്കെ ശ്രമിച്ചത്? ഞാൻ മരിച്ചിട്ടില്ല, മറിച്ച് ജീവനോടെ ഉണ്ട് എന്നെല്ലാം തന്നെ നിനക്കല്ലേ അറിയാമായിരുന്നത്. അങ്ങനെയിരിക്കെ നീ എന്തുകൊണ്ടാണ് ചെറുമാന്റെ അടുത്ത് ആ ഒരു കാര്യം ഒന്നും പറയാതിരുന്നതെന്ന് ബെയ്യോട് ചോദിക്കുമ്പോഴത്തേക്കും ബെയ്യും നീ ഒരു സ്റ്റാറായി കാണണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെറുമാന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതെന്നാണ് ആദ്യം പറയുന്നത്. അതിനുശേഷമാകട്ടെ നിന്നെ ശരിക്കും കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആള് അത് ചെയർമാനാണ് എന്നും ബെയ് ഹുലിനെ അറിയിക്കുകയാണ്. ഹുലിക്കും അതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജീനാൻ വിഷമിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ജീനാന്റെ ഫ്രണ്ടും എന്താണ് കാര്യം എന്നൊക്കെ അവളോടായിട്ട് അന്വേഷിക്കുന്നു. ഈ ഒരു സമയത്താണ് ഹോലി തന്നെ വിട്ടു പോയെന്നും ഇനി ഒരിക്കലും അവന് മടങ്ങി വരികയില്ല എന്നും എങ്കിലും താൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്നും ജീനാനും ഫ്രണ്ടിനെ അറിയിക്കുന്നത്. ഹോലിയും ബേയും കൂടി ഒന്നിച്ച് ഗെയിമൊക്കെ കളിക്കുകയാണ്. പക്ഷെ ഹോലി തന്നെ ആയിരുന്നു പലതവണയായിട്ട് തോറ്റുപോയിട്ടുണ്ടായിരുന്നത്. അതായത് ഹോലിയുടെ കോൺസെൻട്രേഷൻ എല്ലാം തന്നെ ഫോണിലായിരുന്നു. ജീനാൻ തനിക്ക് മെസ്സേജ് അയക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. പിന്നീട് യാങ് കോൾ ചെയ്തത് പ്രകാരം യാങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങള് ബെയ്യും ഇപ്പോൾ ഹോലിനെ അറിയിക്കുകയാണ്. അതായത് നിലവിൽ യാങ് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിയിരിക്കുന്നു. സോ യാങ് ഇപ്പോൾ ഹോലിയുടെ അടുത്ത് തിരിച്ച് ജീനാന്റെ അടുത്തേക്ക് പൊയ്ക്കോളുവാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജീനാൻ തന്നെ ഇതുവരെയായിട്ടും കോൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ജീനാൻ വന്ന് പറയാതെ ഞാനായിട്ട് തിരിച്ച് ജീനാന്റെ അടുത്തേക്ക് പോവുകയില്ല എന്ന് ഹോലിയും വാശി പിടിക്കുന്നു. രാത്രി ആകുമ്പോഴത്തേക്കും ജീനാനും ഹൂലിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു. രാവിലെ ആകട്ടെ ഹൂലിയും മാനേജറിനെ ജീനാനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സോ മാനേജറും ജീനാൻ ഇപ്പോൾ വിഷമത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും മാനേജറിനെ കണ്ടിട്ടുണ്ടായിരുന്ന ജീനാനും അവൻ ഇഷ്ടമുള്ള ഫുഡ് എല്ലാം തന്നെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നു. അതുകൂടാതെ താൻ ഹാപ്പി ആണെന്നായിരുന്നു അവളും പറഞ്ഞത്. നിലവിൽ ഹോലി കഫയിൽ നിന്നും പോയത് കൊണ്ട് തന്നെ അതിന് പകരമായിട്ട് മറ്റൊരാളെ എടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം അവൾ അറിയിക്കുമ്പോഴത്തേക്കും മാനേജറും ആ ഒരു പോസ്റ്റിലേക്ക് കയറുവാനായിട്ട് താൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. അപ്പോഴായിരുന്നു കഫേയിലേക്ക് ഒരു കസ്റ്റമർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കസ്റ്റമർ തന്റെ ഗേൾഫ്രണ്ടിന് ഒരു സർപ്രൈസ് കൊടുക്കുവാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി റിങ്ങും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അയാളും ജീനാനെ കാണിക്കുന്നു. കൂടാതെ ജീനാന്റെ അടുത്ത് കേക്കൊക്കെ ഓർഡർ ചെയ്യുവാനായിട്ടായിരുന്നു അയാൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മാനേജറും അത് കണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. കൂടാതെ ജീനാന്റെ ഫ്രണ്ടും മാനേജറിന്റെ അടുത്ത് പറയുന്നത് അയാൾ ജീനാന്റെ പിറകെ നടക്കുന്ന ഒരാളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ മാനേജറും അതിന്റെ എല്ലാം തന്നെ വീഡിയോ ദൃശ്യങ്ങള് ഹോലിക്കും അയച്ചു കൊടുക്കുന്നു. അയാൾ ജീനാന് ഒരു റിങ്ങുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അയാൾ ജീനാന് റിങ് കൊടുത്ത സമയത്ത് ജീനാൻ തിരികെ അയാൾക്ക് കേക്കും നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ഹുലിയുടെ അടുത്തായിട്ട് മാനേജറും പറയുകയാണ്. അടുത്തതായിട്ട് എന്ത് നടക്കുന്നു എന്നെല്ലാം തന്നെ ഹുലിനെ വിളിച്ച് അറിയിക്കണമെന്ന് അവനും മാനേജറിനോട് പറയുന്നു. പക്ഷെ മാനേജർ ആകട്ടെ ഉറങ്ങി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വെറും ഒരു കസ്റ്റമർ മാത്രമായിരുന്നു എന്ന കാര്യം മാനേജർ മനസ്സിലാക്കുന്നില്ല. ഞാൻ പോയപ്പോൾ തന്നെ നിനക്ക് പുതിയ ബോയ് ഫ്രണ്ടിനെയൊക്കെ കിട്ടി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹൂലിയും ഇപ്പോൾ ജീനാനെ കോൾ ചെയ്യിക്കുകയാണ്. അവൻ ഇതുപോലെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ ജീനാനും തിരിച്ച് അവന്റെ അടുത്തും ദേഷ്യപ്പെടുന്നു. ജീനാനും ഇപ്പോൾ ഫ്രണ്ടിന്റെ അടുത്തായിട്ട് ഹോലി പോയതിൽ തനിക്ക് ഒരു രീതിക്കുള്ള വിഷമവും ഇല്ല എന്നും ഇപ്പോഴാണ് സമാധാനത്തോടെ ജോലിയൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിരിക്കുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന മാനേജറും ഹോലിനെ വിളിച്ചിട്ട് നീ പോയതിൽ അവൾക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനും കഴിക്കുവാനായിട്ട് പോകുന്നു. ജീനാനും കുടിച്ചു ബോധമില്ലാതെയൊക്കെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടാകട്ടെ അവിടെ ഹോലി എത്തിയത് കണ്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. സോ ജീനാൻ നടന്നു പോകുന്ന വഴിക്കെല്ലാം തന്നെ അവളുടെ പിന്നാലെ തന്നെ ഹോലിയും നടക്കുകയാണ്. ഇടയ്ക്ക് അവളെ ചെന്നിട്ട് അവിടുത്തെ ഒരു മരത്തിനിട്ട് ഇടിക്കുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഹോലി അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നീട് കുറച്ചുകൂടി നടന്നു പോകുമ്പോഴത്തേക്കും ഒരു കുട്ടി സീഡൊക്കെ കഴിച്ചിട്ട് അതിന്റെ തൊലിയെല്ലാം തന്നെ നിലത്തേക്ക് ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും ആ കുട്ടിയെ വഴക്ക് പറഞ്ഞതിന് ശേഷം പണ്ട് താൻ ഇതുപോലെ ചെയ്തപ്പോഴത്തേക്കും ഹൂലി ആയിരുന്നല്ലോ ഇതെല്ലാം തന്നെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നതെന്നും ഓർക്കുന്നു. അടുത്തതായിട്ടൊരു കടയുടെ മുമ്പിൽ എത്തുന്ന അവളും ആ കടക്കാരൻ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ അയാളുടെ അടുത്തായിട്ട് ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതിനുശേഷമാകട്ടെ അവൾക്ക് അതൊന്നും തന്നെ കഴിക്കുവാനായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന കാർഡ് അയാളെ ഏൽപ്പിക്കുകയാണ് അവളും. എന്നിട്ട് തനിക്ക് പണം ഒന്നും തന്നെ ആവശ്യമില്ല എന്നും അയാളോട് ആ പണം എല്ലാം തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവളും നടന്നു പോകുന്നു. ശരിക്കും ഹൂലി പോയ വിഷമം എല്ലാം തന്നെ അവൾക്കുണ്ടായിരുന്നു. അവളും അതിനെക്കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുന്നു. ഇത് ഹൂലി കേൾക്കുകയും ചെയ്യുന്നു. സോ ഹൂലിയും കടക്കാരന്റെ അടുത്ത് നിന്നും കാർഡൊക്കെ മേടിച്ചിട്ട് അവളുടെ പിന്നാലെ നടന്നു പോവുകയാണ്.
ജീനാൻ ഹൂലിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവൾ ചെയ്ത കാര്യത്തിനെല്ലാം അവന്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. അത് കേട്ടിട്ടുണ്ടായിരുന്ന അവനും അവളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയെന്ന് പറഞ്ഞ് അവളോട് ക്ഷമിക്കുകയും കൂടാതെ ഇനി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് അവൾക്ക് വാക്ക് നൽകുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ എണീറ്റ് വരുമ്പോഴത്തേക്കും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടായിരുന്നതാണോ അല്ലയോ എന്ന സംശയത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ജീനാനു വേണ്ടി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു ഹൂലിയും. അപ്പോഴാണ് ശരിക്കും ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമായിരുന്നു എന്ന സത്യം അവളും മനസ്സിലാക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഇതുവരെ പറഞ്ഞ കള്ളങ്ങൾക്കൊന്നും തന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നും തുടർന്നും ഇനി അവന്റെ അടുത്ത് കള്ളങ്ങൾ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാമെന്നും അവനും പറയുന്നു. പിന്നീട് അവരും കിസ് ചെയ്യുകയാണ്. അതിനുശേഷം മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരും പോകുന്നു. ചെയർമാന്റെ മകളാണ് ജീനാൻ എന്ന സത്യം എല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ ചെയർമാനും യാങ്ങിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ യാങ്ങിന്റെ അടുത്ത് ചെയർമാൻ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങളുടെ മകളെ അന്വേഷിച്ച് നടക്കുകയല്ലേ? ജീനാൻ തന്നെയാണ് ശരിക്കുമുള്ള നിങ്ങളുടെ മകൾ. അങ്ങനെയിരിക്കെ ഹൂലി ഒരു AI ആണെന്നെല്ലാം തന്നെ മനസ്സിലാക്കിയതിന് ശേഷവും അവൾ അവനെ പ്രണയിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഹൂലിനെ നശിപ്പിക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് പോകുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളെ ഒരു അച്ഛൻ എന്ന രീതിക്ക് കാണുന്നതിന് പകരമായിട്ട് ഹൂലിനെ കൊല്ലുവാനായിട്ട് നോക്കുന്ന ആളെന്ന രീതിക്ക് മാത്രമായിരിക്കും ജീനാനെ നിങ്ങളെ കാണുക എന്നൊക്കെയാണ് യാങ്ങും പറയുന്നത്. സോ ഹൂലിനെ കൊല്ലുവാനായിട്ട് പാടില്ല എന്ന രീതിക്ക് അവനും സംസാരിക്കുന്നു. ജീനൻ കുക്ക് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഹൂലിയും ജീനനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ ഫ്രണ്ടിനും ഒരു ക്രിഞ്ചായിട്ടൊക്കെ തോന്നുന്നു. കഫേയിലേക്ക് ആള് കയറുവാനായിട്ട് ഫ്രോഗിന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മാനേജർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശന്ന് വന്നിട്ടുണ്ടായിരുന്ന മാനേജറും നേരെ വന്നിട്ട് ഹോലിക്ക് വേണ്ടി ചിനൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ഹോലി കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നു. സോ മാനേജറിനോട് അതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ തന്നെ പോയി നിൽക്കുവാനായിട്ടും ആവശ്യപ്പെടുകയാണ്. എന്തായാലും മാനേജർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ജീനാന്റെ ഫ്രണ്ടും അവന് വേണ്ടിയിട്ട് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത്രയും നാളും ഹോലിയും ജീനാനും കീരിയും പാമ്പ് പോലെയൊക്കെ ആയിരുന്നല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്കിടയിൽ നല്ല രീതിക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാനേജറും ഫ്രണ്ടും മനസ്സിലാക്കുന്നു. കൂടാതെ ഇപ്പോഴാകട്ടെ കപ്പിൾസ് വന്ന് ഫുഡൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ഫുഡിന്റെ കൂടെ മറ്റൊരു ഫുഡ് ഫ്രീ എന്ന രീതിക്ക് ഒരു ബോർഡും വെച്ചിരിക്കുകയാണ് ജീനാനും ഹോലിയും കൂടി ചേർന്നിട്ട്. ജീനാനും ഹോലിയും കൂടി ചേർന്നിട്ട് ഫ്രണ്ടിനെയും മാനേജറിനെയും ബെയിനെയും വിളിച്ചു വരുത്തിയിട്ട് ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒഫീഷ്യലായിട്ട് റിലേഷൻഷിപ്പിൽ ആയെന്നൊക്കെ പറയുവാനായിട്ടായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ പെരുമാറ്റത്തിൽ നിന്നും അവർ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഹോലിയും ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ചെയർമാൻ അയച്ച ഒരാൾ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹോലി ഒരു മനുഷ്യനൊന്നുമല്ല, മറിച്ചൊരു AI ആണ്. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷവും നിനക്ക് ശരിക്കും അവനോട് ഇഷ്ടമുണ്ടോ എന്ന് ബെയ് ജീനാന്റെ അടുത്തായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ജീനാനും തനിക്ക് അവന്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്ന് അറിയിക്കുകയാണ്. ബെയ് ആയിട്ട് ആരോടും ഈ ഒരു കാര്യം പറയുവാനായിട്ട് പാടില്ല എന്നും അവൾ പറയുന്നു.